കഴിഞ്ഞ ദിവസം ഒരു ചോര കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അതിന്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ സ്വദേശിയായ നർത്തകനിൽ നിന്നാണ് താൻ ഗർഭിണിയായത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഇയാളെക്കുറിച്ച് വിവരമൊന്നുമില്ല. താൻ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കളടക്കം ആരോടും പറഞ്ഞിരുന്നില്ല. പുലർച്ചെ 5 മണിയോടെ പ്രസവ ലക്ഷണങ്ങൾ കണ്ടു. ശുചിമുറിയിൽ വെച്ച് പ്രസവിച്ചു. താൻ പരിഭ്രാന്തിയായെന്നും രക്തം കണ്ട് സമനില തെറ്റിയെന്നുമാണ് യുവതിയുടെ മൊഴി. പ്രസവിച്ച കുഞ്ഞിനെ എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതിന്റെ ശബ്ദം പുറത്തുപോകുമോ എന്ന് ഭയന്നു. മാതാപിതാക്കൾ അറിഞ്ഞാൽ താൻ ഭയപ്പെട്ടു. കുഞ്ഞിന്റെ ശബ്ദം പുറത്തു പോകാതിരിക്കാൻ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. പരിഭ്രാന്തിയിൽ 3 മണിക്കൂറോളം മുറിയിൽ കഴിച്ചുകൂട്ടി. ഏറ്റവും ഒടുവിൽ ഭ്രാന്തമായ അവസ്ഥയിൽ രക്ഷപ്പെടാൻ കുട്ടിയുടെ മൃതദേഹം ബാൽക്കണിയിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ വാതിലടച്ച് മുറിക്കുള്ളിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഇന്നത്തെ കാലത്ത് നമുക്കൊരു കുഞ്ഞ് വേണ്ടെന്നുണ്ടെങ്കിൽ സേഫായിട്ട് സെക്സ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതല്ല ഇനി അറിയാതെ സംഭവിച്ചതാണെങ്കിൽ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാനുള്ള എല്ലാ നിയമസാധ്യതകളും ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾക്കുണ്ട്. ഇതൊന്നും ചെയ്യാതെ ആ കുട്ടിയെ ജനിപ്പിച്ച് കഴുത്തി ഞെരിച്ച് കൊല്ലാൻ കാണിച്ച നിന്റെ മനസ്സുണ്ടല്ല, നീയൊക്കെ ഒരു അമ്മയാണോ?